ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രോയിങ് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ നോക്കിയിട്ട് എങ്ങനെ നമുക്ക് പാർട്ടി വരയ്ക്കാം എന്നുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈ കുറച്ച് ഫ്ലെക്സിബിൾ ആകാനുള്ള കുറച്ച് ഡ്രോയിങ് മെത്തേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ലൈൻസും കുറച്ച് ബോക്സ് സർക്കിൾസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമ്മൾ കൈ ഒന്ന് ഫ്ലെക്സിബിളാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഡ്രോയിങ് മെത്തേഡ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എളുപ്പമായിരിക്കും അങ്ങനെ പഠിച്ച് കഴിയുമ്പോഴേക്കും, അതായത് വർക്ക് പഠിച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ചതുരങ്ങൾ, ബോക്സുകളാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ, അതായത് ഒരു ഇടപെട്ട് വരയ്ക്കാതെ നമ്മൾ ഒറ്റ വരയിൽ തന്നെ ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ പെൻസിൽ മാറ്റാതെ തന്നെ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുക ഫസ്റ്റിൽ. അതൊക്കെ നമ്മുടെ കൈയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനും പിന്നെ നല്ല രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റാനും ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ബോക്സ് കുറച്ചുകൂടെ നീളമുള്ള ബോക്സായിട്ട് വരയ്ക്കുക. പല രൂപത്തിൽ ആ ബോക്സ് പല രൂപത്തിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ചെറുതും വലുതുമായിട്ട് വരയ്ക്കുക. അതിപ്പോൾ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു വര വരച്ച് തുടങ്ങിയെങ്കിൽ ആ വരയിൽ തന്നെ കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ വരയ്ക്കുക. പിന്നെ അതിൻ്റെ ചെറിയ ബോക്സ് വരയ്ക്കുക. നമ്മളിത് ഓരോ ഷേപ്പുകളൊക്കെ വരയ്ക്കാൻ പഠിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രാക്ടീസാണ്. പിന്നെ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആ വരച്ച ബോക്സ് തന്നെ നമ്മൾ പല രീതിയിൽ വരയ്ക്കുക. അതായത് ഓരോ ആംഗിൾസിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സൈഡ് വ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വ്യൂ എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ച് മനസ്സിൽ ജസ്റ്റ് കണ്ടിട്ട് അതുപോലെ തന്നെ വരയ്ക്കാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു ബോക്സ് നമ്മൾ ഒരു ടേബിളിൽ വെച്ചേക്കുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നമ്മൾ വ്യൂ ചെയ്യുക, കാണുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ആംഗിൾസിൽ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് വരിക എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓരോ ആംഗിൾസ് നോക്കി വരയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് നാട്ടി ഒരു ടേബിളിന് മുകളിൽ ഇങ്ങനെ കുത്തനെ വെക്കുകയാണെങ്കിൽ, അതായത് നാട്ടി വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാണുക, അതിൻ്റെ ബോക്സിൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു മനസ്സിൽ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നോക്കുക. അതുപോലെ ട്രൈ ചെയ്യുക. ഏകദേശം ഇങ്ങനെയൊക്കെയൊരു ഷേപ്പ് വരും നമ്മളൊരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ആ ബോക്സ് വരയ്ക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വരയ്ക്കുക. ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്. നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് നല്ല പഠിക്കുന്നതിന് മുമ്പ് നല്ല ഡ്രോയിങ്സ് ചെയ്യുന്നതിന് നമുക്ക് ഒരു കഴിവ് ഇമ്പ്രൂവ് ചെയ്യാൻ വരാനുള്ള ഒരു കുറച്ച് മെത്തേഡ്സാണ് ഇതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രോയിങ് ചെയ്തിരുന്നു. അപ്പം അത് വരച്ച് നോക്കിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സിമ്പിൾ ഡ്രോയിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ വരയ്ക്കുന്ന ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പം അതും നമ്മൾ ബോക്സ് വരച്ചാൽ തന്നെ ഒരു ലൈൻസിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ലൈൻസിൻ്റെ എൻഡിൽ തന്നെ പെൻസിൽ മാറ്റാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. റൗണ്ട് ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെറുതും വലുതായിട്ട് തന്നെ വരയ്ക്കുക. ആദ്യം ചെറുത് വരയ്ക്കുക, പിന്നെ ഇച്ചിരി ചെറുത് വരയ്ക്കുക, പിന്നെ വലിയ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെയും ആ റൗണ്ട് നമുക്ക് ഒറ്റ ഇതായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് നല്ല രീതിയിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഓരോ റൗണ്ടും മാക്സിമം എത്ര റൗണ്ട് അതിനകത്ത് വരയ്ക്കാൻ പറ്റുമോ അത്ര റൗണ്ട് വരയ്ക്കുക. അപ്പോൾ കാണുമ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഒരു ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കാൻ തിരിച്ചും മറിച്ചും വരയ്ക്കുക. അത് നമ്മൾ സ്കെയിലില്ലാതെ നമുക്കിപ്പോൾ ഒരു പടത്തിലൊരു ലൈൻ വരയ്ക്കണം. അപ്പം നമ്മുടെ കൈക്ക് ആ ഒരു ഇത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വിവിധ രൂപങ്ങളിലൊക്കെ നിങ്ങൾ തന്നെ ഐഡിയാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നിങ്ങൾ വരയ്ക്കുക. ഓരോ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഷേപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഡ്രോയിങ് ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു വീടൊക്കെ പോലെ നമുക്ക് വരയ്ക്കാൻ തോന്നി അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ എല്ലാവരും.